എസ്ട്രെയിനെ അതായിട്ട് വിറുലൻ്റ് ഫോമിലുള്ള മ്യൂക്കസ് പോളിസാക്കറൈഡ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ എസ്ട്രെയിനെ അദ്ദേഹം ഒരു മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തു. സോ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ എസ്ട്രെയിനെയും ആർസ്ട്രെയിനെയും അദ്ദേഹം മൈസിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടുകൾ നോക്കി. ഏത് മൈസിനാണ് ന്യൂമോണിയ വരുന്നത് അല്ലെങ്കിൽ മരിക്കുന്നത്, ഏതിനാണ് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു എസ്ട്രെയിനാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത്, വിറുലൻ്റ് ഫോമാണ്. ബിക്കോസ് പോളിസാക്കറൈഡ് കോട്ടിംഗ് അല്ലെങ്കിൽ ക്യാപ്സ്യൂളുണ്ട്. ആർ സ്ട്രെയിൻ റഫ് കോളനീസ് ആണ്, അതിന് പോളിസാക്കറൈഡ് കോട്ടില്ല, നോൺ പാത്തോജനിക് ആണ്, ന്യൂമോണിയ ഉണ്ടാക്കില്ല. സോ എസ്ട്രെയിനുകാരെ ഈ ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ എസ്ട്രെയിനെ ഒരു മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എസ്ട്രെയിൻ എന്താ പാത്തോജനിക് ആണ്, വിറുലൻ്റ് ആണ്, ന്യൂമോണിയ ഉണ്ടാക്കുന്നതാണ്. സോ ആ മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ മൈസിന് ന്യൂമോണിയ വന്നു, മൈസ് ഡൈ ആയി, മൈസ് ചത്തുപോയി. അടുത്തത് ആർ സ്ട്രെയിൻ എടുത്തു. ആർ സ്ട്രെയിൻ ഇതുപോലെ നമുക്കറിയാം നോൺ പാത്തോജനിക് ആണ്, വിറുലൻസ് ഇല്ല, ന്യൂമോണിയ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ആർ സ്ട്രെയിൻ ഇതുപോലെ മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് തന്നെ അത് നോൺ പാത്തോജനിക് ആയതുകൊണ്ട് ആ മൈസിന് ന്യൂമോണിയ വന്നില്ല, മൈസ് ഭയങ്കര ജീവനോടെ ഇരുന്നു, മൈസിന് ഒരു കുഴപ്പമില്ല. മറ്റേതിൽ അതിന് ന്യൂമോണിയ വരികയും മൈസ് ചത്തുപോവുകയും ചെയ്തു. അടുത്തത് എന്ത് ചെയ്തു? അപ്പോൾ എസ്ട്രെയിനും ആർ സ്ട്രെയിനും ന്യൂമോണിയ ഉണ്ടാക്കുന്നത് ഏതാണ്? ന്യൂമോണിയ പ്രൊഡ്യൂസ് ചെയ്തത്. എസ്ട്രെയിനിൽ വരുമ്പോൾ മൈസിൻ്റെ ന്യൂമോണിയ വന്നു, മൈസ് ചത്തുപോയി. അതുപോലെ ആർ സ്ട്രെയിൻ ആണെങ്കിൽ അത് ന്യൂമോണിയ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് മൈസ് ലൈവായിട്ടിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ബാക്ടീരിയനെ കിൽ ചെയ്യാൻ പറ്റി. സോ ദേ കിൽ ദ ബാക്ടീരിയ, ഈ പറഞ്ഞ എസ്ട്രെയിൻ ബാക്ടീരിയനെ കിൽ ചെയ്യാൻ പറ്റി. എന്നിട്ട് അതെങ്ങനെയാണ് കിൽ ചെയ്തത്? ഈ പാത്തോജനിക് ഫോം ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ആ ബാക്ടീരിയനെ കിൽ ചെയ്തു, ഹീറ്റ് ചെയ്തുകൊണ്ട് ആ ബാക്ടീരിയനെ കിൽ ചെയ്തു. എന്നിട്ട് പിന്നീട് അടുത്ത എക്സ്പെരിമെൻറ്റ് ചെയ്തത് ഈ ഹീറ്റ് കില്ല് ചെയ്ത സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ പാത്തോജനിക് ഫോം ആയിട്ടുള്ള ആ ബാക്ടീരിയനെ ഹീറ്റ് കിൽ ചെയ്തിട്ട് വീണ്ടും മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് നോക്കി. സോ എസ്ട്രെയിൻ ആണ് പിന്നീട് നോക്കിയത് ഈ എസ്ട്രെയിനിനെ ഹീറ്റ് കിൽ ചെയ്തത്. അതിനെ ഹീറ്റ് കിൽ ചെയ്ത വിറുലൻ്റ് ഫോമിലുള്ള ബാക്ടീരിയ ആയിരുന്നു, പക്ഷേ അതിനെന്ത് ചെയ്തു? ഹീറ്റ് കിൽ ചെയ്തു. അതിനെ ആ സ്ട്രെയിനിനെ കിൽ ചെയ്തിട്ട് ഇതുപോലെ മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തു. അപ്പോൾ നോക്കിയേ മൈസ് അലൈവായി. കാരണം മൈസിന് ഡിസീസ് വന്നില്ല. ബിക്കോസ് എന്താണ് സംഭവിച്ചത്? ആ എസ്ട്രെയിനിലെ പാത്തോജനിക് ആയിട്ടുള്ള വിറുലൻ്റ് ഫോമുള്ള ആ സംഭവത്തിനെ കിൽ ചെയ്തപ്പോൾ ഈ മൈസിൽ ന്യൂമോണിയ വന്നില്ല, മൈസ് എപ്പോഴും അലൈവായിട്ടിരുന്നു, മൈസിനൊന്നും തന്നെ സംഭവിച്ചില്ല. അപ്പോൾ പിന്നീട് അദ്ദേഹം നോക്കിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഹീറ്റ് കിൽ ചെയ്ത എസ്ട്രെയിനെയും ഹീറ്റ് കിൽ ചെയ്യാണ്ട് ലൈവായിട്ടുള്ള ആ സ്ട്രെയിനും കൂടി മിക്സ് ചെയ്തു. രണ്ട് സ്ട്രെയിനുകളെ മിക്സ് ചെയ്തിട്ട് മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തു നോക്കി. സോ എസ്ട്രെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റ് കിൽഡാണ്, അതിനെ കിൽ ചെയ്ത ഒരു വിറുലൻ്റ് ഫോമിനെ കിൽ ചെയ്തു. ആ സ്ട്രെയിനും അതുപോലെ ജീവനോടെയുള്ള ആർ സ്ട്രെയിൻ, ഇതിനെ ഹീറ്റ് കിൽ ചെയ്ത സ്ട്രെയിൻ, ബട്ട് ലൈവായിട്ടുള്ള ആർ സ്ട്രെയിൻ നമുക്കറിയാം എന്താ പറയുക ഓൾറെഡി എന്താണ് ലൈവായിട്ടിരിക്കുക, ന്യൂമോണിയ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്തതാണ്. സോ ആ ലൈവായിട്ടുള്ള ആർ സ്ട്രെയിനും ന്യൂമോണിയ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതിനെ ആ ഹീറ്റ് കിൽ ചെയ്ത രണ്ട് ഫോമും എസ്ട്രെയിൻ ഹീറ്റ് കിൽഡും ആസ്ട്രെയിൻ ലൈവിനെയും കൂടി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്തു? നമ്മുടെ മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നമ്മൾ ഇതിനെ മാത്രം മൈസിൽ ഇഞ്ചെക്റ്റ് ചെയ്തപ്പോൾ മൈസിൽ ന്യൂമോണിയ വന്നില്ല, മൈസ് ലൈവായിട്ടിരുന്നു. ആർ സ്ട്രെയിനും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ മൈസ് എന്ത് ചെയ്തു? മൈസ് ലൈവായിട്ടിരുന്നു, ബിക്കോസ് ന്യൂമോണിയ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞ മൈസ് ലൈവായിട്ടിരിക്കുന്നത്. ബട്ട് എന്താണ് സംഭവിച്ചത്? മൈസ് ഡൈ ചെയ്തു. അതായത് മൈസിന് ന്യൂമോണിയ വരികയും മൈസ് മരിക്കുകയും ചെയ്തു. എന്തുകൊണ്ടായിരിക്കും മൈസ് ഈ പറഞ്ഞ ഹീറ്റ് കിൽഡായിട്ടുള്ള എസ്ട്രെയിനും നോർമൽ ലൈവായിട്ടുള്ള ആർ സ്ട്രെയിനും? സോ ഇത് ശരിക്ക് നോൺ പാത്തോജനിക് ഫോം ആണെന്നാണ് നമ്മൾ നേരത്തെ ആ ഒരു എക്സ്പെരിമെൻറ്റിൽ കണ്ടത്, അല്ലെങ്കിൽ നേരത്തെ റിയാക്ഷനിൽ കണ്ടത്. ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ് നോൺ പാത്തോജനിക് ആണെന്ന്. ഇവരെ രണ്ട് കോമ്പിനേഷനിൽ എങ്ങനെയാണ് എന്നിട്ടും മൈസിന് ന്യൂമോണിയ വരികയും മൈസ് ചത്തുപോവുകയും ചെയ്തത്? അപ്പോഴാണ് പിന്നെ എന്ത് ചെയ്തു? ഈ ചത്തുപോയ മൈസിൽ നിന്ന് അദ്ദേഹത്തിന് റിക്കവേർഡ് ദ ലിവിങ് എസ് ബാക്ടീരിയ, അതിനെ സ്റ്റഡി ചെയ്തപ്പോൾ ഈ ഡൈ ആയിട്ടുള്ള ആ മൈസിൽ നിന്ന് അദ്ദേഹത്തിന് എസ് ബാക്ടീരിയനെ റിക്കവർ ചെയ്യാൻ പറ്റും. അതെങ്ങനത്തെ എസ് ബാക്ടീരിയ? ലിവിങ് എസ് ബാക്ടീരിയ. ഡെഡ് മൈസിൽ നിന്ന് നമ്മൾ കൊടുത്തത് ഹീറ്റ് കിൽഡായിട്ടുള്ള എസ്ട്രെയിൻ ആണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് കിട്ടിയത്? ഡെഡ് മൈസിൽ നിന്ന് ഈ എസ് ബാക്ടീരിയയുടെ ലിവിങ് സ്ട്രെയിനെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി.
സോ അപ്പോൾ മനസ്സിലായി എന്തോ ഒന്ന് ഈ എസ്ട്രെയിനിലുള്ള എന്തോ ഒന്ന് ആർ സ്ട്രെയിനിലേക്ക് കൺവേർട്ടഡായി, അല്ലെങ്കിൽ ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫേർഡായി. എന്തോ ഒരു ട്രാൻസ്ഫോമിങ്, എങ്ങനെയോ ഈ ആർ സ്ട്രെയിൻ സംഭവം എന്തോ സംഭവിച്ച ആർ സ്ട്രെയിന് ഒരു വിറുലൻസി അല്ലെങ്കിൽ പാത്തോജെനിസിറ്റി കൈവന്ന് ഈ ആർ സ്ട്രെയിൻ മൈസിലേക്ക് ന്യൂമോണിയ ഉണ്ടാക്കുകയും അതുവഴി മൈസ് ഡെഡ് ആവുകയാണ് ചെയ്തത്. സോ എന്തായിരിക്കും ആ ആർ സ്ട്രെയിനിനെ എസ്ട്രെയിൻ ആക്കാനുള്ള ഒരു റീസൺ? എന്തിൻ്റെ ബേസിലായിരിക്കും ആർ സ്ട്രെയിൻ എസ്ട്രെയിനായി മാറിയത്? ബിക്കോസ് ആർ സ്ട്രെയിന് മ്യൂക്കസ് പോളിസാക്കറൈഡ് ഇല്ല, റഫ് കോളനീസ് ആണ്. എസ്ട്രെയിൻ ആണെങ്കിൽ മ്യൂക്കസ് പോളിസാക്കറൈഡ് ഉണ്ട്, വിറുലൻ്റ് ആണ്. ബട്ട് ഇവിടെ നമ്മൾ കൊടുത്ത എസ്ട്രെയിൻ അല്ല, ഗ്രിഫിത്ത് ചെയ്ത എക്സ്പെരിമെൻറ്റിലെ എസ്ട്രെയിൻ എന്തായിരുന്നു? ഹീറ്റ് കിൽഡ് ആയിരുന്നു, പാത്തോജെനിസിറ്റി ഇല്ലാത്തതായിരുന്നു. എന്നിട്ടും മൈസിന് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ ഈ എസ്ട്രെയിനിൽ നിന്ന് ആർ സ്ട്രെയിനിലേക്ക് മാറുകയും, ഏതോ ഒരു ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ട്രാൻസ്ഫോമിങ് ആയിട്ടുള്ള എന്തോ, അതൊരു ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു കെമിക്കൽ ആയിരിക്കാം, എന്തോ ഒന്ന് എസ്ട്രെയിനിൽ നിന്ന് ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫർ ആവുകയും അതുവഴി ആർ സ്ട്രെയിനിന് എസ്ട്രെയിൻ്റെ ക്വാളിറ്റി കിട്ടുകയും ചെയ്തു. എന്താ എസ്ട്രെയിൻ്റെ ക്വാളിറ്റി? അതിനൊരു മ്യൂക്കസ് പോളിസാക്കറൈഡ് ഉണ്ട്. സോ ഇതിൽ നിന്ന് എന്തോ ഒരു ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു കെമിക്കൽ, ഒരു ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്ത് ആർ സ്ട്രെയിനിൽ മ്യൂക്കസ് പോളിസാക്കറൈഡ് ഡെവലപ്പ് ചെയ്യുകയും അതുവഴി ആർ സ്ട്രെയിൻ എസ്ട്രെയിൻ്റെ പോലത്തെ ഒരു എബിലിറ്റി കിട്ടുകയും അത് കാരണം മൈസിൽ ന്യൂമോണിയ ഉണ്ടാവുകയും മൈസ് ഡെഡ് ആവുകയാണ് ചെയ്തത്. സോ എന്തായിരിക്കും ആ ട്രാൻസ്ഫോമിങ്? ഒരു ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതൊരു ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കണം. ഡെഫിനറ്റ്ലി ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമേ അത് ഈ എസ്ട്രെയിനിൽ നിന്ന് ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്താണ് ആ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത്? അത് കറക്റ്റായിട്ട് അതിൻ്റെ ബയോകെമിക്കൽ ആ ജനറ്റിക് മെറ്റീരിയൽ കാരണമാണ് ഈ എസ്ട്രെയിനിലുള്ള അത് ആർ സ്ട്രെയിനിലേക്ക് മാറി ആർ സ്ട്രെയിനിൽ മ്യൂക്കസ് പോളിസാക്കറൈഡ് ഡെവലപ്പ് ചെയ്ത് അതൊരു വിറുലൻ്റ് ഫോമിൽ പാത്തോജനിക് ഫോമിലെത്തി ന്യൂമോണിയ പ്രൊഡ്യൂസ് ചെയ്ത് മൈസ് ഡെഡ് ആവാനുള്ള റീസൺ. സോ ആ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്നത് ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് മനസ്സിലായി. ആ ജനറ്റിക് മെറ്റീരിയൽ കാരണമാണ്, ബിക്കോസ് ജനറ്റിക് മെറ്റീരിയലാണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുള്ളൂ എന്ന് നമുക്കറിയാം. സോ അത് മനസ്സിലായി, ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളാണ്, ജനറ്റിക് മെറ്റീരിയലാണ്. ബട്ട് ഈ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ആ ബയോകെമിക്കൽ നേച്ചർ എന്താണ്, ആ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ബയോകെമിക്കൽ നേച്ചർ എന്ന് അദ്ദേഹത്തിന് എക്സ്പെരിമെൻറ്റിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല.